ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. ചായയൊക്കെ നന്നായി ആറ്റിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് ചായ വേണ്ട പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കൊന്നും എന്താണെന്നറിയില്ല, ചായ വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം വെച്ചു. അതിന് നമ്മുടെ ഹാളിലെ ഷോക്കേസ് കുറച്ചായിട്ടോ നമ്മളതൊന്ന് നേരാക്കിയിട്ട്, അപ്പോൾ ഏട്ടൻ അത് അവിടെ ഒന്ന് വൃത്തിയാക്കിയാണ് കേട്ടോ. അപ്പോൾ ആൾ ചായ വേണ്ട പറഞ്ഞു. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എനിക്കധികം പൊടി പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം ക്ലീനിങ് പരിപാടിയൊന്നും കാണിക്കാത്ത. എന്താ പറയുക, പൊടി പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലാവും കേട്ടോ. അതുകൊണ്ട് ഏട്ടനാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഇവിടെയുള്ള ഷോക്കേസൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ആ നേരം കൊണ്ട് പാഞ്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്ഷയ എണിച്ച് വന്നപ്പോൾ അവളെ ഒന്ന് കൊഞ്ചിച്ചതാണ്. അങ്ങനെ അവൾ പാലെല്ലാം കുടി കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അക്ഷയ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നലെ വെള്ളപ്പയർ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ വേഗം തന്നെ കുറച്ച് ചെറിയുള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വേഗം തന്നെ നമ്മൾ കുറച്ച് മുളകും മല്ലിയൊക്കെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള ചീൻചട്ടിയൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളകും മല്ലിയും വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് പുളിവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിന് ശേഷം വേഗം തന്നെ നമ്മുടെ 2-3 സ്പൂൺ മല്ലി, 1.5 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളപ്പയറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുളക് മല്ലിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ഉള്ളി നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ വെള്ളപ്പയറിനൊക്കെ കുറച്ച് വേവുണ്ട് കേട്ടോ. ചെറുപയർ പോലെയല്ല, അതിന് കുറച്ച് വേവുണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ. അപ്പോൾ ഞാനൊരു 3 വിസിൽ അടുപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ മുരിങ്ങക്കായ് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ക്രോസായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത മുരിങ്ങക്കായ് 2 പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനിടയിൽ പാൽ വാങ്ങിയിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ബാക്കിയുള്ള മുരിങ്ങക്കായ് എല്ലാം ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. നടുവേ കളറില്ല, നമ്മൾ നെടുകെ പിളർന്നാൽ എന്താ പറയുക, അതിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വിസിലടിച്ചു 3 വിസിലടിച്ചു. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അധികമൊന്നും ഒഴിക്കണ്ട കേട്ടോ. 1/2 ഗ്ലാസ്സൊക്കെ ഒഴിച്ചാൽ മുരിങ്ങക്കായ 1 ഗ്ലാസ് നമ്മുടെ മുരിങ്ങക്കായ് വേകാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ പറഞ്ഞാൽ വെള്ളം നമ്മൾ ഊറ്റിക്കളയണ്ട, എന്താ പറഞ്ഞാൽ അതുകൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുരിങ്ങക്കായ് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കിടന്നിട്ട് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്നാമത്തെ നമ്മൾ നെടുകിയ കളർന്നിട്ട കാരണം വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തീയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വന്നിട്ട് വേഗം തന്നെ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുത്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മുരിങ്ങക്കായ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ എന്താ പറയുക വെള്ളപ്പയർ കൂട്ടാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാകം പോലെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൂട്ടാനിൽ പുളി വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേ പുളിക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായി തന്നെ കൈ കൊണ്ട് തിരുമ്പിയിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിപ്പുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പുളിപ്പ് പറഞ്ഞാൽ ഓവർ പുളിപ്പില്ല, എന്നാലും പുളിപ്പ് വേണം കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ ഒരു 3-4 നമ്മുടെ പച്ചമുളക് അത് നെടുകെ കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളക് നമ്മൾ ആദ്യം നമ്മുടെ വെള്ളപ്പയർ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. പിന്നെ ഇതിലേക്ക് 1/2 മുറിയിലും താഴെ
തേങ്ങ നന്നായി അരച്ചത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും എരിവും എല്ലാം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൂട്ടാനിൽ ഒന്ന് കടുക് വറുത്ത് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചൂടായതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വേണം കേട്ടോ നമ്മൾ കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത് നന്നായി തന്നെ ചൂടായതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും കപ്പലും മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. വെളുത്തുള്ളി നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മളത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ വെള്ളപ്പയർ കൂട്ടാനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടോ അരിഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അതൊന്ന് കമ്മിയായി കിട്ടും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ വെള്ളപ്പയർ പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം വേഗം തന്നെ അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്ഷയ വെള്ളമൊക്കെ ഇപ്പോൾ എല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം എവിടെയൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു തന്നാണ്. പിന്നെ ഞാൻ ചീൻചട്ടി വെച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും അതുപോലെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ആദ്യം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അത് രണ്ടും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, അതോടുകൂടി നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീനിച്ചട്ടി ചെറുതായ കാരണം മിക്സ് ചെയ്യാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ മൺചട്ടിനെ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ മുരിങ്ങക്കായ അങ്ങനെ ചെറിയ തീയിലിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മുരിങ്ങക്കായയിൽ ഉപ്പും എരിവും എല്ലാം പിടിച്ച് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം നമ്മുടെ മുരിങ്ങക്കായ വേവാനിടുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെയാണ് ഇപ്പോഴാണ് നോക്കിയപ്പോൾ ഉപ്പില്ലയെന്ന് അറിഞ്ഞ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് ഒന്ന് നന്നായി തന്നെ സെറ്റായി വരട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം തന്നെ ചോറൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പയർ പുളിയും അതുപോലെ നമ്മുടെ മുരിങ്ങക്കായ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ചോറ് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ അക്ഷയ്ക്കൊക്കെ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് ഒരേ പാട്ടാണ് കേട്ടോ. എന്താ പാടണമെന്ന് എനിക്ക് മറന്നുപോയി. പാട്ട് പാടി പിന്നെ അക്ഷയെ കൊണ്ട് ഏടാകൂടം കാണിക്കുക, ഡാൻസ് കളിക്കുക, അങ്ങനെയുള്ള പണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അക്ഷയ അതിനോടൊപ്പം എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ അവൾക്ക് ചോറെല്ലാം ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവൾക്കൊക്കെ ചോറാക്കി കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാനും ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ ചോറ് വിളമ്പി കൊടുക്കുകയും ചെയ്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ചോറൊക്കെ വിളമ്പി അതിലേക്ക് നമ്മുടെ വെള്ളപ്പയർ പുളിയെല്ലാം ഒഴിച്ച് നമ്മുടെ പച്ചമുളക് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് അധികം കഴിക്കാറില്ല. പക്ഷെ നമ്മുടെ വെള്ളപ്പയർ പുളി കൊള്ളുപുളി ഇതൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പച്ചമുളക് ഒന്ന് പിഴിഞ്ഞിട്ട് കഴിക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ കോപ്പിയിലെടുത്തിട്ട് അതിൽ നമ്മുടെ പച്ചമുളക് നന്നായി ഒന്ന് തിരുമ്പിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എരിവ് പറ്റാത്തവരൊന്നും കഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, എരിവൊന്നും പ്രശ്നമില്ലാത്തവർക്ക് അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളപ്പയർ പുളിയും അതുപോലെ നമ്മുടെ കൊള്ളുപുളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അക്ഷയുടെ ഒപ്പം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ ബോയ്സ് ടീം ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. അവർക്ക് ഇപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് വിശന്നപ്പോൾ പിന്നെ അക്ഷയുടെ കൂടെ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. നമ്മുടെ അശ്വിൻ ബുക്കൊക്കെ ആക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് നമ്മുടെ അക്ഷയ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട്
നമ്മുടെ വറ്റിൽ ഉണക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വരാൻ പോയപ്പോൾ നമ്മുടെ അശ്വിൻ സമ്മതിച്ചതേ ഇല്ല കേട്ടോ. അവൻ തന്നെ വെക്കാൻ പറഞ്ഞു. വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ മൂപ്പരെന്നെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അശ്വിൻ തന്നെ കൊണ്ട് വെച്ചു കേട്ടോ. അതിനുശേഷം അവർ രണ്ടാളും ഭക്ഷണം കഴിച്ചു. പിന്നെ അശ്വിൻ റെഡിയായിട്ട് അശ്വിനും അങ്ങനെ ടാറ്റയെല്ലാം തന്നിട്ട് സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പോയി സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ പോയി കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുപ്പും തൊട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ. 2 ദിവസമായി നമ്മളിവിടെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ വെളിയിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ച പാത്രങ്ങൾ കേട്ടോ, അതെല്ലാം ഉള്ളിൽ കൊണ്ട് വെച്ചു. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ദിവസമായി തുടച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ തുടയ്ക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ തുണിയെല്ലാം ഒന്ന് ഒലുമ്പിയെടുത്ത് ഒന്ന് തോരിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ വേഗം തന്നെ അവിടെയൊക്കെ ഒന്ന് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ട് ആദ്യം ഞാൻ വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് നമ്മൾ വാഷ് ബേസിനുണ്ട്, ആ വാഷ് ബേസിനിൽ കഴുകുമ്പോൾ വെള്ളമൊക്കെ താഴത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെയെല്ലാം അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പാത്രം കഴുകാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ആദ്യം ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കൈയെല്ലാം കഴുകിയിട്ട് ഉള്ളി വന്നിട്ട് നമ്മുടെ പാത്രത്തിലുണ്ടായിരുന്ന ചോറും കൂട്ടാനും എല്ലാം നമ്മൾ ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ പോയി വെളിയ അടുക്കളയും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം ഒന്ന് ഒഴിച്ച് മാറ്റി എടുത്തതിന് ശേഷം നമ്മൾ അതെല്ലാം ഒന്ന് കഴുകാൻ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം തേച്ച് വെച്ചതിന് ശേഷം നമ്മളൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ വാഷ് ബേസിൻ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു കുഞ്ഞ് വാഷ് ബേസിനല്ലേ. അപ്പോൾ ഇതിൽ പാത്രങ്ങൾ അധികം ഇടാനും പറ്റില്ല. ഇട്ടാൽ തന്നെ ആകെ നമ്മുടെ മേലേക്ക് വെള്ളം തെറിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിവിടെ പാത്രം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ പാത്രമൊക്കെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ ഏകദേശമുള്ള പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അതെല്ലാം ഉള്ളിൽ കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലെ വാഷ് ബേസിന് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വേഗം തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രങ്ങളെല്ലാം ഒഴിച്ചത് കാരണം നമുക്ക് കഴുകാനും തുടയ്ക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദിവാൻ്റെ തലേണ വെച്ചാണ് അതങ്ങനെ ഉരുണ്ട് പോയിട്ടോ. ഞാൻ പിന്നെ അത് വന്നതിന് ശേഷം പിന്നെ ആദ്യം എടുത്ത് വെച്ചിട്ട് വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വേഗം തന്നെ അടിച്ചെടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് തുണികൾ ഇന്ന് അധികം തന്നെ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കല്ലിൽ തിരുമ്പാൻ അധികം തുണികളുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം വേഗം തന്നെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് 2 ബക്കറ്റിൽ ഫുള്ളായി തന്നെ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ സർഫ് പൊടി താത്തിയിട്ട് തിരുമ്പാൻ വെച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തിരുമ്പിയെടുക്കാമല്ലോ. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ. അതിന് ശേഷം പിന്നെ കയ്യും കാലും മുഖമെല്ലാം കഴുകിയിട്ട് വന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് രാവിലെ ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബ്രെഡിൽ ജാമിന് പകരം ഒരു ഐറ്റം തേച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേക്കുന്ന ജാം എടുത്തിട്ടുണ്ട് കേട്ടോ. ജാം പറഞ്ഞാൽ നമ്മുടെ പഞ്ചാമൃതം കേട്ടോ. നമ്മൾ മുരുകൻ്റെ തൈപ്പൂയത്തിനൊക്കെ ഉണ്ടാക്കില്ലേ പഞ്ചാമൃതം, വീടുകളിലോ അമ്പലങ്ങളിലൊക്കെ ആ പഞ്ചാമൃതമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടു തന്നാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബ്രെഡിൽ തേച്ചിട്ട് 1, 2 അതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ പ്രസ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബ്രെഡിൽ ഈ പഞ്ചാമൃതം തേച്ച് കഴിക്കാൻ. ഇനി ബ്രെഡില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയിലും തേച്ച് കഴിക്കാം കേട്ടോ. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ പഞ്ചാമൃതം ഇങ്ങനെ ബ്രെഡ്, ചപ്പാത്തി ഇതിലൊക്കെ തേച്ചിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കല്ല അവർ പോയിട്ടോ. അവർ പോയതിന് ശേഷം ബ്രെഡൊക്കെ വാങ്ങിയിട്ട് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.